എന്തോ ഒരു ഭാരം ചുമന്ന് നടക്കാൻ പോകുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഭാവമായിരുന്നു അന്നേരം ഹരിതക്ക്. നിന്റെ അമ്മ പോയോ? ഹരിത ചോദിച്ചു. പോയി, അതിഥി മറുപടിയും പറഞ്ഞു. വേഗം നടന്നോ അതിഥി, 8 മണിയുടെ ജയശ്രീ പോയാൽ പിന്നെ ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കയറൽ നടക്കില്ല കേട്ടോ. പറയുന്നതിനൊപ്പം തന്നെ ഹരിത നടത്തത്തിൻ്റെ വേഗതയും കൂട്ടിയിരുന്നു. ഒന്ന് മൂളിക്കൊണ്ട് അതിഥിയും അവളുടെ ഒപ്പം വേഗത്തിൽ നടന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ആ ബസ്സിൽ. രാവിലെ ആയതുകൊണ്ട് പണിക്ക് പോകുന്നവരും അതേപോലെ സ്കൂൾ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ജയശ്രീ ബസ്സിൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ അതിഥിയും ഈ നേരത്ത് തന്നെയായിരുന്നു ബസ്സിൽ പോയിരുന്നത്. അന്നും കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ കാത്തു നിൽക്കാനോ ഒന്നും അതിഥിക്ക് ആരും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിലെ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അതിഥി. പിന്നെ പോകെ പോകെ അതിഥിക്ക് മനസ്സിലായി തന്നെ കേൾക്കാനും ശ്രദ്ധിക്കാനുമൊന്നും ആരുമില്ലെന്ന്. അതോടെ സംസാരം കുറച്ചു. ഇപ്പോൾ അതിഥിയുടെ ഏറ്റവും വലിയ ഭയം എന്തെന്നാൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുക്കണമല്ലോ എന്നാണ്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ശബ്ദത്തിന് പകരം ആദ്യം പുറത്തേക്ക് വരുന്നത് കാറ്റാണ്. പിന്നെ ഉള്ളംകൈ വിയർത്തി വരും, ഇടയ്ക്ക് തല കറങ്ങി താഴെ വീഴും എന്നടക്കമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതിഥിയുടെ പൊട്ടബുദ്ധിക്ക് തോന്നും ജനിച്ചപ്പോഴേ ഊമയായാൽ മതിയായിരുന്നു എന്ന്. അതിഥി, അടുത്ത സ്റ്റോപ്പാണേ. ഹരിത അവളെ ഒന്ന് തട്ടി പിടിച്ചു. ചിന്തകളിൽ മുഴുകി നിന്നിരുന്ന അതിഥി ഞെട്ടിക്കൊണ്ട് ഒന്ന് തലയാട്ടി. ഈ പെണ്ണിത് നിന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നോ? ഹരിത മനസ്സിൽ പിറുപിറുക്കുകയും ചെയ്തു. ബസ്സിറങ്ങിയ അതിഥി ആ വലിയ കോളേജ് ഗേറ്റിന് മുന്നിൽ പകച്ചു നിന്നുപോയി. പിന്നെ അതിഥി, ഞാൻ പോയേക്കുവാണേ. നേരെ പോയി റൈറ്റ് തിരിഞ്ഞാൽ നിന്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ വൈകിട്ട് കാണാം കേട്ടോ. ഹരിത അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ സുഹൃത്തുക്കൾക്കൊപ്പം അകത്തേക്ക് കടന്നു. അതിഥിക്ക് ആകെ ഭയമായി. ഹരിതക്ക് തന്നെ ക്ലാസ് വരെ ഒന്ന് കൊണ്ടു ചെന്ന് ആക്കാമായിരുന്നു. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, അതെങ്കിലും കണക്കാക്കണ്ടേ? അതിഥി ഉള്ളിൽ പരിഭവം പറഞ്ഞു. അതിഥി ചുറ്റും നോക്കി. ആൺകുട്ടികൾ പല സൈഡിലും ഇരുന്ന് കൂട്ടം കൂടിയിരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട്. തന്നെ ആരും ശ്രദ്ധിക്കരുതേ എന്ന് അതിഥി മനമുരുകി പ്രാർത്ഥിച്ചു. ഹരിത പറഞ്ഞിട്ട് പോയ വഴിയെ തന്നെ അതിഥി നടന്നു. അതുവഴിയെ ചെന്നപ്പോൾ തൻ്റെ ക്ലാസ് അതിഥി കണ്ടെത്തി. അതിഥിക്ക് പകുതി ആശ്വാസമായി. അന്നത്തെ ആ ദിവസത്തിന് അതിഥിക്ക് യുഗങ്ങളുടെ ദൈർഘ്യം തോന്നി. ക്ലാസ് എടുക്കാൻ 1-2 ടീച്ചേഴ്സ് വന്നു. ക്ലാസ്സിൽ ആകെപ്പാടെ 20 കുട്ടികളെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേറെയും പെൺകുട്ടികളായിരുന്നു. അതിഥി ആരെയും പരിചയപ്പെടാൻ പോയില്ല. ആ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് വേണ്ടേ അതിന്. ഉച്ചയായപ്പോഴേക്കും അതിഥിക്ക് നന്നായി വിശന്നു. എന്നാലും പുറത്തേക്ക് പോയാൽ സീനിയേഴ്സിൻ്റെ കയ്യിൽ പോയി പെട്ടാലോ എന്ന് വിചാരിച്ചപ്പോൾ അതിഥി അന്ന് പട്ടിണി കിടക്കാൻ തന്നെ തീരുമാനിച്ചു. അന്നത്തെ ദിവസം എങ്ങനെയോ തള്ളി നീക്കി. വൈകുന്നേരം കൂട്ടിന് ഹരിതയുണ്ടായിരുന്നു. അവളുടെ ഒപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. നിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹരിത പോരുന്ന വഴിയിൽ ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു, അതിഥി ഉത്തരവും നൽകി. വീട്ടിലെത്തിയപ്പോൾ അമ്മക്കും അറിയേണ്ടത് കോളേജിലെ വിശേഷങ്ങളായിരുന്നു. ഹരിതക്ക് കൊടുത്ത അതേ മറുപടി അമ്മക്കും കൊടുത്തു. പിറ്റേന്ന് മുതൽ ഇനിയും കോളേജിൽ പോകണ്ടേ എന്നൊരു ചിന്ത അവൾ